പലപ്പോഴും നമ്മൾ ജീവിതത്തിലും കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. പക്ഷെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക്. ഇന്ന് ലൂക്ക് 8-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ യേശു ക്രിസ്തു ഗലീല പ്രദേശങ്ങളിൽ 2-ാമത്തെ പ്രാവശ്യം സഞ്ചരിക്കുകയാണ്. കൂടെ 12 ശിഷ്യന്മാരും പല സ്ത്രീകളുമുണ്ട്. 4-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഒരു ഉപമ പഠിപ്പിക്കുന്നു. ഈ ഉപമ മദർ ഓഫ് ഓൾ പാരബിൾസ് എന്നാണ് പറയുന്നത്. ഇത് മത്തായി മർക്കോസിലും നമുക്ക് കാണാം. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുകയാണ്. ഈ വിത്ത് ചിലത് വഴിയിൽ, ചിലത് പാറമേൽ, ചിലത് മുള്ളിന്മേൽ, ചിലത് നല്ല നിലത്ത് വീഴുന്നുണ്ട്. നല്ല നിലത്ത് വീഴുന്ന വിത്ത് 100 മേനി ഫലം കായ്ക്കും. ഈ വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. നിലം നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം ഒരു നല്ല ഗാർഡനാണ്. മർക്കോസ് 4:15 സാറ്റൻ കംസ് ഇമ്മീഡിയറ്റ്ലി. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുമ്പോൾ ഉടൻ തന്നെ സാത്താൻ വരും ആ വചനം എടുത്തുകൊണ്ട് പോകാൻ. ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യവും ശക്തിയുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വേര് പിടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ കായ്ക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, അതോടൊപ്പം ഭയം, ആൻസൈറ്റി, വറീസ് ഇതെല്ലാം വിട്ടുപോകും. നമുക്ക് വിജയം, സക്സസ് ലഭിക്കും. നമുക്ക് ശരീര സൗഖ്യം ലഭിക്കും. സങ്കീർത്തനം 107:30 ഗോഡ് സെൻഡ് ഹിസ് വേർഡ് ആൻഡ് ഹീൽ ദം. ഒരു പെർമനന്റ് സൗഖ്യം വേണമെങ്കിൽ അത് വചനത്തിൽ കൂടെ സാധിക്കത്തുള്ളൂ. ആദിയിൽ ദൈവം വചനം കൊണ്ടാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ 100 മേനി ഫലം കായ്ക്കും. പക്ഷേ പരിശോധനകൾ, ആകുലകൾ, ലോകത്തിന്റെ പ്രതാപങ്ങൾ ഈ വചനത്തെ നെരുക്കിക്കളയും. അടുത്ത 22-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു, ലെറ്റ് us go to the other side of the lake. ബോട്ടിൽ കയറി ശിഷ്യന്മാരുടെ കൂടെ പോയപ്പോൾ വലിയൊരു ചുഴലിക്കാറ്റടിച്ചു. യേശു ബോട്ടിൽ കിടന്ന് ഉറങ്ങി. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. ഈ തിരമാലകൾക്ക് യേശുവിനെ ഉണർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ശിഷ്യന്മാരുടെ നിലവിളിക്ക് സാധിച്ചു. യേശു എഴുന്നേറ്റ് ഈ കാറ്റിനെ ശാസിച്ചു. യേശുവിന് സൃഷ്ടിമേൽ അധികാരമുണ്ട്. ഈ ഒരു ടെക്നോളജിക്കോ മനുഷ്യന് കഴിയാത്തത് നമ്മുടെ ദൈവത്തിന് സാധിക്കും. പലപ്പോഴും നമ്മൾ ജീവിതത്തിലും കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. പക്ഷെ കാറ്റിനെ കടലിനെ നിയന്ത്രിപ്പാൻ കഴിവുള്ള ദൈവം നമ്മുടെ പടകിലുണ്ട്. അടുത്ത 26-ാം വാക്യത്തിൽ ഗനസറ ദേശത്ത് പിശാചിനാൽ നയിക്കപ്പെട്ട ഒരു മനുഷ്യനെ കാണാം. ദൈവത്താൽ നയിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പിശാചിനാൽ നയിക്കപ്പെടും. ഈ മനുഷ്യൻ പല കാലങ്ങളായി വസ്ത്രം ഊരി ശവക്കോട്ടയിലും അവിടെ വസിക്കുന്നത്, വീട്ടിൽ വസിക്കത്തില്ല. ഈ വസ്ത്രം നമ്മുടെ കൾച്ചറിനെയാണ് കാണിക്കുന്നത്. ആദിയിൽ ദൈവം ആദാമിന് ഹവ്വായും വസ്ത്രം ഉടുപ്പിച്ചു. സാത്താൻ വസ്ത്രം ഉരിഞ്ഞു മാറ്റി. ഈ മനുഷ്യൻ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ മുട്ടുമടക്കി. ഭൂതം ഒരു രോഗമല്ല, പിശാചിന്റെ പ്രവൃത്തി അരിപ്പാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഈ ഭൂതം എല്ലാം കുറെ പന്നിമേൽ പോയി, ആ പന്നികളെല്ലാം ചത്തുപോയി. അപ്പൊ ആ ദേശത്തുള്ള ജനം യേശുക്രിസ്തുവിനോട് വിട്ടുപോകാൻ പറഞ്ഞു. ഒരു കൂട്ടം ജനം വിട്ടുപോകാൻ പറഞ്ഞപ്പോൾ 40-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കൂട്ടം ജനം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. പള്ളിപ്രമാണിയായ ജൈറോസ് യേശുക്രിസ്തുവിനെ കാൽക്കൽ വന്ന് വീണു. അതിന്റെ മകൾ മരണത്തോട് മല്ലടിക്കുവാണ്. ലോകത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം യേശുക്രിസ്തു പരിഹരിച്ചു. ആ മകൾക്ക് ജീവൻ കൊടുത്തു. അടുത്ത 12 വർഷമായി രക്തസ്രാവ സ്ത്രീ യേശുക്രിസ്തുവിനെ എല്ലാവരും റിജക്റ്റ് ചെയ്ത് രോഗം ബാധിച്ച് ഉള്ളതെല്ലാം വൈദ്യം കൊടുത്ത്, പക്ഷെ സൗഖ്യം ലഭിച്ചില്ല. അവൾ കേട്ടു യേശു സൗഖ്യദായകനാണ്. അവൾ പറഞ്ഞു, ഇഫ് ഓൺലി ഐ മേ ടച്ച് ദ ഹെൽം ഓഫ് ഹിസ് ഗാർമെന്റ്സ് ഐ വിൽ ബി മെയ്ഡ് ഹോൾ. അവള് പ്രഖ്യാപിച്ച് അവളുടെ ജീവിത ദിശ മാറ്റി. ആരാലും സൗഖ്യമാകാത്ത സ്ത്രീ നിറഞ്ഞു കയറി കർത്താവിന്റെ വസ്ത്രം തൊട്ടു. ആരും അറിഞ്ഞില്ല യേശു ക്രിസ്തുവിന്റെ വസ്ത്രം തൊട്ട്, പക്ഷെ യേശു അറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ആരും നമ്മളെ കാണുന്നെങ്കിലും നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനത്തിൽ നമുക്ക് പഠിക്കുന്നത് ഈ ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ളത് ദൈവത്തിന്റെ വചനമാണ്. ഏത് സിറ്റുവേഷനെ മാറ്റാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്.
ആത്മീയവും ഭൗതികം ആവശ്യത്തിന് നമുക്ക് മതിയായ ദൈവമാണ്. ലോകത്തിൽ ആർക്കും പരിഹരിക്കാത്ത വിഷയം ദൈവത്തിന് പരിഹരിക്കാൻ സാധിക്കും. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.